നമ്മളിന്ന് നോക്കാൻ പോകുന്നത് 10ാം ക്ലാസ് ഇംഗ്ലീഷിലെ പ്രോജക്റ്റ് ടൈഗർ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ആ ചാപ്റ്ററിൻ്റെ എക്സസൈസും ആക്ടിവിറ്റീസാണ്. അപ്പോൾ നമുക്ക് ആ ആക്ടിവിറ്റീസിലേക്ക് കിടക്കാം. ഇപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡു യു നോ ദാറ്റ് എ പാരഗ്രാഫ് നോർമലി കണ്ടെയ്ൻസ് എ ടോപ്പിക് സെൻറ്റൻസ് ഇൻ ഇറ്റ്? ഇറ്റ് ഈസ് ജനറലി ഇൻ നേച്ചർ ആൻഡ് ക്യാൻ ബി എനിവെയർ ഇൻ ദ പാരഗ്രാഫ്. The other sentence in the paragraph support, prove, give examples and present additional information on the topic sentence. Identify the topic sentence in the first paragraph. How many examples are given to support the topic sentence? What are they? അപ്പോൾ ഒരു പാരഗ്രാഫിൽ ഒരു ടോപ്പിക് സെൻറ്റൻസ് ആണ്, അല്ലെങ്കിൽ ആ ഒരു സെൻറ്റൻസിനെ കുറിച്ചായിരിക്കും പിന്നീട് പറയുക. അപ്പോൾ ഫസ്റ്റ് പാരഗ്രാഫിൽ ടോപ്പിക് സെൻറ്റൻസ് കണ്ടെത്തി എഴുതാനും അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്ന സപ്പോർട്ടിംഗ് സെൻറ്റൻസ് അതിനെ പറ്റി എഴുതാനുമാണ് പറഞ്ഞിരിക്കുന്നത്. ടോപ്പിക് സെൻറ്റൻസ് എന്ന് പറയുന്നത്, no one can beat Hollywood when it comes to making films with animals in them. അതാണ് ടോപ്പിക് സെൻറ്റൻസ്. അതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ടാണ് one is the Alsatian called Rintintin, the other is the Collie called Lassie. അങ്ങനെ ഈ രണ്ട് എക്സാമ്പിൾസ് പറഞ്ഞ് അതിനെ സപ്പോർട്ട് ചെയ്യുകയാണ്. അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. Second question, does the second paragraph introduce a new topic sentence? If not, what supporting details about the animal actors of Hollywood do you get from this paragraph? ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, സെക്കൻഡ് പാരഗ്രാഫിൽ എന്തുപോലെ ഫസ്റ്റ് പാരഗ്രാഫിനെ പോലെ എങ്ങനെ ടോപ്പിക് സെൻറ്റൻസ് ഉണ്ടോ, ഇല്ലെങ്കിൽ എന്ത് സപ്പോർട്ടിങ് കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത് അനിമൽ ആക്ടേഴ്സിനെ സംബന്ധിച്ച്. ഫസ്റ്റ് പാരഗ്രാഫിൽ അത് ആയിരുന്നല്ലോ, അതിനെ സംബന്ധിച്ച് എന്ത് സപ്പോർട്ടിങ് ക്യാരക്ടേഴ്സ് ഇവൻറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നതാണ് ചോദ്യം. നോ, ദർ ഇസ് നോ ന്യൂ ടോപ്പിക് സെൻറ്റൻസ്. ദ സെക്കൻഡ് പാരഗ്രാഫ് എലാബറേറ്റ്സ് ഓൺ ദ ഫസ്റ്റ്. ഹിയർ വി സീ അനദർ ഡാഷ് ഡോഗ് ഇൻ ഡിസ്നി സ്റ്റുഡിയോ ഇൻ ഹോളിവുഡ്. അപ്പോൾ സെക്കൻഡ് പാരഗ്രാഫിൽ പുതിയ ടോപ്പിക് സെൻറ്റൻസ് ഒന്നുമില്ല. ഫസ്റ്റ് പാരഗ്രാഫിനെ ഒന്ന് ജസ്റ്റ് എലാബറേറ്റ് ചെയ്യുന്നു, ഒരു പുതിയ എക്സാമ്പിൾ കൊടുക്കുന്നു. അതായത് ഡിസ്നി സ്റ്റുഡിയോയിൽ സത്യജിത് റായ് ഉണ്ട ഒരു ലാർജ് ഡോഗ്. ഇതാണ് സെക്കൻഡ് പാരഗ്രാഫ് നമ്മൾ കാണുന്നത്. എ ക്വസ്റ്റ്യൻ, വാട്ട് അഡീഷണൽ ഇൻഫർമേഷൻ ഡു യു ഗെറ്റ് അബൌട്ട് സ്റ്റാൻഡിൻസ്? അപ്പോൾ സ്റ്റാൻഡിൻസിനെ കുറിച്ച് നമുക്ക് കിട്ടുന്ന അഡീഷണൽ ഇൻഫർമേഷൻ എന്താണെന്നാണ് ചോദ്യം. വി കം ടു നോ ദാറ്റ് ദെയർ ആർ സ്റ്റാൻഡിൻസ് ഈവൻ ഫോർ അനിമൽസിന് സ്റ്റാൻഡിൻസ് ഉണ്ട് എന്നുള്ള ഇൻഫർമേഷൻ നമുക്ക് കിട്ടുന്നത്. ബി ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് എ പസിലിംഗ് ഇൻസിഡൻറ്റ് ഡിസ്ക്രൈബ്ഡ് ഇൻ ദ പാരഗ്രാഫ് 3? പാരഗ്രാഫ് 3യിൽ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുക പസിലിംഗ് ഇൻസിഡൻറ്റ്, അതായത് കൺഫ്യൂസിങ് ഇൻസിഡൻറ്റ് എന്താണെന്നാണ് ചോദ്യം. വെൻ ദ ക്യാമറാമാൻ ഷൗട്ടഡ് ടു എവരിവൺ ടു ടേക്ക് ദെയർ പൊസിഷൻസ്, ദ ഡോഗ്, ദ മെയിൻ ആക്ടർ, റിമെയിൻ വേർ ഇറ്റ് വാസ്. അപ്പോൾ ക്യാമറാമാൻ എല്ലായിടത്തും ഷോട്ടിൻ്റെ സമയത്ത് ഷൗട്ട് ചെയ്യാണ് പൊസിഷനിൽ പോയി നിൽക്കാം, പക്ഷേ മെയിൻ ക്യാരക്ടറായ ഡോഗ് ഒഴിച്ച് ബാക്കി എല്ലാവരും പോയി. ഇതാണ് കൺഫ്യൂസ് ചെയ്യിച്ചത്. സി ക്വസ്റ്റ്യൻ, വിച്ച് ഇൻസിഡൻറ്റ് ഷോസ് ദാറ്റ് ദ അനിമൽ ആക്ടേഴ്സ് ഇൻ ഹോളിവുഡ് വെയർ ട്രീറ്റഡ് വിത്ത് റെവറൻസ്? അപ്പോൾ ഏത് ഇൻസിഡൻ്റ് ആണ് കാണിക്കുന്നത് അനിമൽ ആക്ടേഴ്സ്, ഹോളിവുഡിലെ അനിമൽ ആക്ടേഴ്സിനെ ബഹുമാനത്തോടു കൂടിയാണ് സമീപിക്കുന്നത്? ദ ഇൻസിഡൻറ്റ് ഓഫ് ബ്രിങ്ങിങ് എ സ്റ്റാൻഡിൻ ഫോർ എ ഡോഗ്. യൂഷ്വലി സ്റ്റാൻഡിൻസ് ആർ യൂസ്ഡ് ഓൺലി ഫോർ സെലിബ്രിറ്റി ആക്ടേഴ്സ് ഹു ആർ ഹെൽഡ് ഇൻ ഹൈ പൊസിഷൻസ്. അതായത് ഇപ്പം നമ്മൾ സെലിബ്രിറ്റി ആക്ടേഴ്സിന് മാത്രമേ സാധാരണ ഡ്യൂപ്പ് കൊടുക്കാറുള്ളൂ. അപ്പോൾ ഇവിടെ ഒരു അനിമൽസിന് വരെ ഡ്യൂപ്പ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ഹൗ ഹോളിവുഡ് ട്രീറ്റ്സ് അനിമൽസ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. തേർഡ് ക്വസ്റ്റ്യൻ, വാട്ട് വേർ ദ ഡിഫിക്കൽട്ടീസ് ആൽഫ്രഡ് ഹിച്ച്കോക്ക് ഹാഡ് ടു ഫേസ് വൈൽ മേക്കിംഗ് ദ ഫിലിം ബേർഡ്സ്? അപ്പോൾ ബേർഡ്സ് എന്ന് പറയുന്ന ഫിലിം എടുത്തപ്പോൾ ആൽഫ്രഡ് ഹിച്ച്കോക്കിന് നേരിടേണ്ടി വന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണെന്നാണ് ചോദ്യം. ഹിച്ച്കോക്ക് വാണ്ടഡ് എ വെറൈറ്റി ഓഫ് ട്രെയിൻഡ് ബേർഡ്സ്, എസ്പെഷ്യലി മെനി റാവൻസ്. ആസ് ആക്ടേഴ്സ് ഇൻ ഹിസ് ഫിലിംസ് ഇറ്റ് വാസ് നോട്ട് ഈസി ടു ഗെറ്റ് ട്രെയിൻഡ് ബേർഡ്സ്. അപ്പോൾ ഹിച്ച്കോക്കിന് നേരിട്ട പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ട്രെയിൻഡ് ബേർഡ്സിനെ ആവശ്യമായിട്ട് വന്നു. അപ്പോൾ എസ്പെഷ്യലി റാവൻസിനാണ് ആവശ്യമായിട്ട് വന്നത്. അപ്പോൾ ഒരു സാധാരണ ആക്ടറിനെ കിട്ടുന്ന കണക്ക്, അല്ലെങ്കിൽ ഒരു ആക്ടേഴ്സിനെ കിട്ടുന്ന കണക്ക് ഒരിക്കലും ഒരു ട്രെയിൻഡായ ബേർഡ്സിനെ കിട്ടാൻ എളുപ്പമല്ലായിരുന്നു. അതാണ് ഹിച്ച്കോക്ക് നേരിട്ട ഏറ്റവും വലിയ പ്രതിസന്ധി. അടുത്ത ഫോർത്ത് ക്വസ്റ്റ്യൻ ആണ്, ഹൗ ഡിഡ് ഹിച്ച്കോക്ക് മാനേജ് ടു ഗെറ്റ് എ ലാർജ് നമ്പർ ഓഫ് റാവൻസ് ഫോർ ഹിസ് ഫിലിം? എങ്ങനെയാണ് ഹിച്ച്കോക്കിന് ഒരുപാട് റാവൻസിനെ കിട്ടിയത് ഫിലിമിനേക്ക് ആവശ്യമായിട്ട്? ഹി പ്ലേസ്ഡ് അഡ്വർടൈസ്മെൻറ്റ്സ് ഓൾ ഓവർ ദ USA ആസ്കിംഗ് ഫോർ പീപ്പിൾസ് ഹു ഹാഡ് ട്രെയിൻഡ് റാവൻസ് വിത്ത് ദം. ദെൻ എ മാൻ വിത്ത് നിയർലി 100 ട്രെയിൻഡ് റാവൻസ് റെസ്പോണ്ടഡ്. അപ്പോൾ ഹിച്ച്കോക്ക് എന്താ ചെയ്തതെന്ന് വെച്ചാൽ അഡ്വർടൈസ്മെൻറ്റ് എല്ലാ ന്യൂയോർക്കിലെ എല്ലാ ഇമ്പോർട്ടൻറ്റ് സ്ഥലത്തും USA ഇമ്പോർട്ടൻറ്റ് സ്ഥലത്തും അഡ്വർടൈസ്മെൻറ്റ്സ് വെച്ചു. അങ്ങനെ ഒരു മനുഷ്യൻ ഇയാളെ സമീപിക്കുകയാണ്. ഒരു 100ഓളം ട്രെയിൻഡ് റാവൻസിനെ വെച്ച് ആൽഫ്രഡ് ഹിച്ച്കോക്കിനെ സമീപിക്കുകയാണ്. ഇങ്ങനെയാണ് ആവശ്യമായ റാവൻസിനെ ഇതിന് കിട്ടും. ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് പ്രറ്റി ഇംപ്രസീവ്? എന്താണ് പ്രറ്റി ഇംപ്രസീവ് എന്ന് ഡിസ്ക്രൈബ് ചെയ്യപ്പെട്ടിരുന്നത്? ദ സൈറ്റ് ഓഫ് 50 റാവൻസ് പേർച്ചിങ് ക്വയർലി ഇൻ എ റോ ഇൻ എ സ്പെസിഫൈഡ് സ്പോട്ട് ഒബേയിങ് ദ ഓർഡർ ഓഫ് ദ ട്രെയിനർ. അതായത് ഒരു 50ഓളം റാവൻസ് ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഓർഡർ അനുസരിച്ച് ഇങ്ങനെ ഇരിക്കുന്നത്, അല്ലാതെ കമാൻഡ് കേട്ട് ഇങ്ങനെ ഇരിക്കുന്നതാണ് പ്രറ്റി ഇംപ്രസീവ് എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത്. അടുത്ത 6th ക്വസ്റ്റ്യൻ ആണ്, ഐഡൻറ്റിഫൈ ദ മെയിൻ ടോപ്പിക് ഓഫ് ദ ആർട്ടിക്കിൾ ഫ്രം പാരഗ്രാഫ് 8. അപ്പോൾ പാരഗ്രാഫ് 8ലെ മെയിൻ ടോപ്പിക് എന്താണെന്നാണ് ചോദ്യം. ഷൂട്ടിംഗ് ഫിലിംസ് യൂസിങ് ടൈഗേഴ്സ്, അതാണ്. അടുത്ത 7th ക്വസ്റ്റ്യൻ, വാട്ട് അതർ ഡീറ്റെയിൽസ് ആർ ഗിവൺ അബൌട്ട് ദ ടോപ്പിക് ഇൻ ദ പാരഗ്രാഫ്? എന്തൊക്കെ അധിക ഡീറ്റെയിൽസ് ആണ് ഇതിനകത്ത് ഈ പാരഗ്രാഫിൽ കൊടുത്തിരിക്കുന്നത്?
In the film Gopi Gaine Baga Baine, Gopi and Baga suddenly come across a tiger that is walking about the forest without paying them any attention. അപ്പോൾ ഗോപി ഗൈന ബാഗ ബൈന എന്ന് പറയുന്ന സിനിമയിൽ ഗോപിയും ബാഗയും കൂടെ ഫോറസ്റ്റിൽ വെച്ച് ഒരു കടുവയെ കാണും. പക്ഷേ ഇത് ഇവർക്കൊരു ശ്രദ്ധയും കൊടുക്കാതെ നടന്നു പോവുകയാണ്. ഇതാണ് ഈ നമ്മൾ കാണുന്ന ആ പാരഗ്രാഫിൽ കാണുന്ന അതർ ഡീറ്റെയിൽസ്. അടുത്ത 8ാമത്തെ ചോദ്യം, ഹൗ ഡിഡ് റായ് മാനേജ് ടു ഗെറ്റ് എ ടൈഗർ? മാനേജ് ടു ഗെറ്റ് വൺ ഫ്രം ഭാരത് സർക്കസ് വിച്ച് വാസ് പെർഫോമിങ് ഇൻ കൽക്കട്ട അറ്റ് ദാറ്റ് ടൈം. അപ്പോൾ കിട്ടുന്നത് ഭാരത് സർക്കസ് എന്നാണ്, അതായത് അവിടുത്തെ കൽക്കട്ടയിൽ അന്ന് കളിച്ചുകൊണ്ടിരുന്ന ഒരു സർക്കസായ ഭാരത് സർക്കസ് എന്നാണ് കിട്ടുന്നത്. ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ റോൾ ഓഫ് എ റിംഗ് മാസ്റ്റർ ഇൻ ദ സർക്കസ്? അപ്പോൾ റിംഗ് മാസ്റ്ററിന് സർക്കസിലെ റിംഗ് മാസ്റ്ററിൻ്റെ റോൾ എന്താണെന്നാണ് ചോദ്യം. എ റിംഗ് മാസ്റ്റർ ഈസ് എ മാർക്കസ് ഓഫ് ദ സെറമണീസ്. ഹി introduce the various acts in the circus show and guides the audience through the experience, directing their attention to the various areas of the circus arena. In some places, the name ringmaster is used to mean the person who arranges the various performance by trained animals. അപ്പോൾ ringmaster എന്ന് പറയുന്ന സെറമണീസിൻ്റെ മാസ്റ്ററാണ്, അതായത് ഇവിടെ എങ്ങനെയൊക്കെ പെർഫോം ചെയ്യണം, എന്തൊക്കെയാണ് കാണിക്കുന്നതെന്ന് ഓഡിയൻസിനെ എത്തിക്കുക, സർക്കസിലേക്ക് അതിൻ്റെ എക്സ്പീരിയൻസിലേക്ക് എത്തിക്കുക. അതാണ് റിംഗ് മാസ്റ്ററിൻ്റെ ഡ്യൂട്ടി. ചില സ്ഥലങ്ങളിൽ റിംഗ് മാസ്റ്റർ എന്ന് പറയുന്നത് അനിമൽസിനെ, ട്രെയിൻഡ് അനിമൽസിനെ വെച്ച് പെർഫോം ചെയ്യുന്നതിൽ ഡ്യൂട്ടിയുള്ള ആളിനെയാണ് സാധാരണ ചില സ്ഥലങ്ങളിൽ റിംഗ് മാസ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത 10th ക്വസ്റ്റ്യൻ, വാട്ട് വേർ ദ ഡിഫിക്കൽട്ടീസ് ഫേസ്ഡ് ഇൻ ബ്രിങ്ങിങ് ദ ടൈഗർ ബിഫോർ ദ ക്യാമറ? അപ്പോൾ ടൈഗറിനെ ക്യാമറയിലേക്ക് മുമ്പ് എത്തിക്കുന്നതിൽ എന്തൊക്കെ ഡിഫിക്കൽട്ടീസാണ് ഉണ്ടായിരുന്നത്? ദ മെയിൻ പ്രോബ്ലം വാസ് ടു ഹൗ ടു കീപ് ദ പീപ്പിൾ സേഫ് ഫ്രം ദ ടൈഗർ വൺസ് ഇറ്റ് ഈസ് ലെറ്റ് out of the cage. In the shots of the film, the trainer should not be seen. On the first occasion, the tiger pranced about. Later, the scenes that were shot were not good enough. The second time, the tiger charged towards the crowd, terrifying them. അപ്പോൾ ഡിഫിക്കൽട്ടീസ് എന്തൊക്കെയായിരുന്നു എന്നാണ് ചോദ്യം. മെയിൻ പ്രോബ്ലം എന്ന് പറയുന്നത് പീപ്പിളിനെ സേഫ് ആക്കുക, ടൈഗറിൽ നിന്ന് സേഫ് ആക്കാമായിരുന്നു മെയിൻ പ്രോബ്ലം. അതിൻ്റെ കൂടെ തന്നെ ട്രെയിനറിനെ ഈ ഫിലിം കാണാൻ പാടില്ല. പിന്നെ ഫസ്റ്റ് എത്തി ഷൂട്ടിങ്ങിനായിട്ട് ടൈഗറിനെ ഇറക്കിയപ്പോൾ അത് കുറച്ച് ഇഷ്യൂസൊക്കെ ഇങ്ങനെ ചാടി തുള്ളി നടക്കുകയൊക്കെ ചെയ്തു. പിന്നീട് ആ ഫസ്റ്റ് ടൈം ഷൂട്ട് ചെയ്ത് കറക്റ്റായില്ല. പിന്നെ രണ്ടാമത്തെ തത്തി ടൈഗറിനെ കൊണ്ടുവന്ന് ഇറക്കിയപ്പോൾ അത് ഭയങ്കര ആങ്ക്രി മൂഡായിട്ട് ക്രൗഡ്സിനെ നേരെയൊക്കെ ചാർജ് ചെയ്തു. ഇതൊക്കെയായിരുന്നു പ്രധാനപ്പെട്ട ഡിഫിക്കൽട്ടീസ്. അടുത്ത 11th ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് ദ എക്സ്പ്രഷൻ ടു ഗോ ഡൗൺ ദ ട്രെയിൻ മീൻ? അപ്പോൾ ടു ഗോ ഡൗൺ ദ ട്രെയിൻ എന്ന് പറയുന്ന എക്സ്പ്രഷൻ ഫ്രേസ് എന്താണ് മീൻ ചെയ്യുന്നത്, എന്താണ് അർത്ഥമാക്കുന്നതെന്നാണ് ചോദ്യം. ഇറ്റ് മീൻ ദ എഫേർട്ട് വെർ വേസ്റ്റഡ്, ദർ വാസ് നോ ഗെയിൻ ഫ്രം ദ വർക്ക് വൺ ഡിഡ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ഈ എടുത്ത എഫേർട്ടെല്ലാം വേസ്റ്റായി പോയി, ചെയ്ത ഒരു ഗെയിനും ഉണ്ടായില്ല, വർക്ക് ചെയ്തിട്ട് ഒരു ഗെയിനും ഉണ്ടായില്ല. അതാണ് ആ ഫ്രേസിൻ്റെ മീനിങ്. 12th ക്വസ്റ്റ്യൻ, വാട്ട് വാസ് മിസ്റ്റർ തൊറാട്ട് സജഷൻ ടു കൺട്രോൾ ദ ടൈഗർ? അപ്പോൾ തൊറാട്ടിൻ്റെ സജഷൻ എന്താണ് ടൈഗറിനെ കൺട്രോൾ ചെയ്യാൻ തൊറാട്ട് കൊടുത്ത സജഷൻ എന്താണെന്ന് വെച്ചാൽ, he suggested putting a ring made of thin wire around the neck of the tiger. The ring would be hooked to a length of wire so that the tiger does not go out of control. അപ്പോൾ ഒരു ഇങ്ങനെ റിങ് വെച്ച് അല്ലെങ്കിൽ ഒരു വയർ റിങ് വെച്ച് ഈ ടൈഗറിൻ്റെ കോളറുമായിട്ട് അല്ലെങ്കിൽ കഴുത്തുമായിട്ട് ബന്ധിപ്പിക്കുക, അത് വെച്ച് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് തൊറാട്ട് കൊടുത്ത ഐഡിയ. 13th ക്വസ്റ്റ്യൻ ആണ്, വാട്ട് മേഡ് റായ് തിങ്ക് ഓഫ് എ കോളർ മേഡ് ഓഫ് ടൈഗർ സ്കിൻ? അപ്പോൾ ടൈഗർ സ്കിൻ വെച്ചുള്ള ഒരു കോളർ ഉണ്ടാക്കുക എന്നുള്ളത് എന്തുകൊണ്ടാണ് റായ് തിങ്ക് ചെയ്തത്? The scene to be shot was Gopi and Bagha getting terrified at the sight of the tiger. If the tiger has a ring on his neck and it's seen in the shot, the scene will have no meaning as people don't get frightened when they see a tiger under the control of a trainer. Roy wanted to hide the wire, and that is why he thought of a collar made of tiger skin. The wire will be hidden in the collar. അപ്പോൾ ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ട്രെയിനറിൻ്റെ കൂടെ അല്ലെങ്കിൽ കോളറിൽ ഇങ്ങനെ ട്രെയിനർ കൺട്രോൾ ചെയ്തിരിക്കുന്ന ഒരു ടൈഗറിനെ കണ്ടാൽ ചിലപ്പോൾ ജനങ്ങൾ പേടിക്കില്ല. ഷോട്ടിൻ്റെ മീനിങ് തന്നെ ഇല്ലാതാവും. അതുകൊണ്ടാണ് തൊറാട്ടിൻ്റെ അല്ലെങ്കിൽ റോയ് ഇങ്ങനെ ഒരു ടൈഗർ സ്കിൻ വെച്ചൊരു കോളർ എന്നുള്ള ഐഡിയ കൊണ്ടുവന്നത്. എന്ത് ക്വസ്റ്റ്യൻ, വൈ ഡിഡ് മിസ്റ്റർ തൊറാട്ട് ബ്രിങ് 2 tigers instead of 1? എന്തുകൊണ്ടാണ് മിസ്റ്റർ തൊറാട്ട് 2 ടൈഗേഴ്സിനെ കൊണ്ടുവന്നത് എന്നാണ് ചോദ്യം. He brought 2 so that in case one does not behave properly, the other could be used for shooting the scene. അപ്പോൾ അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരെണ്ണം വെച്ച് ചെയ്തപ്പോൾ റെഡി ആയില്ലെങ്കിൽ മറ്റൊന്നിനെ വെച്ച് ട്രൈ ചെയ്യാം, അങ്ങനെ ഷൂട്ടിങ് മുടക്കമില്ലാതെ നടത്താം എന്നുള്ള ഇതുകൊണ്ടാണ് 2 ടൈഗറിനെ കൊണ്ടുവന്നത്. ക്വസ്റ്റ്യൻ 15th ക്വസ്റ്റ്യൻ, വൈ വാസ് മിസ്റ്റർ തൊറാട്ട് ടേക്കൺ അബാക്ക്? എന്തുകൊണ്ടാണ് മിസ്റ്റർ തൊറാട്ട് ടേക്കൺ ബാക്ക്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് മിസ്റ്റർ തൊറാട്ടിൻ്റെ കൺഫ്യൂസിങ് അല്ലെങ്കിൽ കൈവിട്ട് പോയത് എന്നുള്ളതാണ് ചോദ്യം. മിസ്റ്റർ തൊറാട്ട് വാസ് ടേക്കൺ അബാക്ക് ബിക്കോസ് ഓഫ് ദ അൺഎക്സ്പെക്റ്റഡ് ബിഹേവിയർ ഓഫ് ദ ടൈഗർ. Instead of walking quietly in dignified manner, it started jumping and running about with a lot of energy. അപ്പോൾ അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ, ഈ ടൈഗറിൻ്റെ അൺഎക്സ്പെക്റ്റഡ് ബിഹേവിയറാണ്. കാരണം
നല്ല ഡിഗ്നിഫൈഡ് മാനറിൽ ഇങ്ങനെ വാക്ക് ചെയ്യുന്നതിന് പകരം അത് ചെയ്തതെന്ന് വെച്ചാൽ ചാടിത്തുള്ളി കളിക്കുകയാണ് ചെയ്തത്. അതാണ് മിസ്റ്റർ തൊറാട്ട് ടേക്കൺ ബാക്ക് ആയത്. 16th question, what might be the reason for the tiger's unexpected behavior? ടൈഗറിൻ്റെ അൺഎക്സ്പെക്റ്റഡ് ബിഹേവിയറിന് കാരണം എന്തായിരിക്കാം? The reason was the call of the wild. When it saw itself in the open forest, he must have forgotten for a while that he is a circus animal. Probably he was showing his original instinct to be free. അപ്പോൾ അതിൻ്റെ കാരണം ചിലപ്പോൾ കാൾ ഓഫ് ദ വൈൽഡ് ആയിരിക്കും. കാരണം എന്ന് വെച്ചാൽ കുറച്ച് നാളിന് ശേഷം ഫോറസ്റ്റ് കണ്ടപ്പോൾ അത് ഒരു സർക്കസ് അനിമലാണെന്ന് മറന്നുപോയി കാണും. അതിൻ്റെ ഒരു ഇൻസ്റ്റിക്റ്റ്, അതായത് ഫ്രീ ആയിട്ട് നടക്കാനുള്ള ഒരു ആഗ്രഹമാണ് അവിടെ നമ്മൾ കണ്ടത്. ഇൻ ക്വസ്റ്റ്യൻ, ഹൗ ഡസ് റായ് ഡിസ്ക്രൈബ് ദ സിറ്റുവേഷൻ ഹ്യൂമറസ്ലി? എങ്ങനെയാണ് റായ് ഈ സിറ്റുവേഷനെ ഹ്യൂമറസ് ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്നത്? റായ് ഡിസ്ക്രൈബ്സ് ദ സിറ്റുവേഷൻ ഹ്യൂമറസ്ലി ബൈ സേയിങ് ദാറ്റ് ദേ വർ ഗെറ്റിംഗ് ടു സീ എ സ്ട്രേഞ്ച് കൈൻഡ് ഓഫ് സർക്കസ് ഫോർ ഫ്രീ. ഈ സിറ്റുവേഷനെ സത്യത്തിലായി പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അവരൊരു സ്ട്രെയിഞ്ച് സർക്കസ് കാണുകയാണ്, ഫ്രീ ആയിട്ടൊരു സ്ട്രെയിഞ്ച് സർക്കസ് കാണുന്നു എന്നാണ് പറഞ്ഞത് ഈ ടൈഗറിൻ്റെ അൺഎക്സ്പെക്റ്റഡ് ബിഹേവിയറിന്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഡിഡ് റായ് മീൻ വെൻ ഹി സെഡ് ദിസ് ഷുഡ് ഹാവ് ബീൻ ദ എൻഡ് ഓഫ് ദ സ്റ്റോറി? എന്തുകൊണ്ടാണ് റോയ് പറഞ്ഞത് ഇത് ആ സ്റ്റോറിയുടെ എൻഡ് ആയിരിക്കുമെന്ന്? When the tiger calmed down, they took a few shots as needed. This should have been the end of the story, but when they went back to Calcutta, they found that the shots were not clear and they had to reshoot the scenes again at another time. അപ്പോൾ ഫസ്റ്റ് ആ ടൈഗർ കാമായതിനു ശേഷം കുറച്ച് ഷോർട്സൊക്കെ എടുക്കാൻ പറ്റി. അപ്പോൾ ഇത് തീർന്നു എന്നാണ് വിചാരിച്ചത്. പക്ഷേ കൽക്കട്ടയിൽ തിരിച്ചെത്തിയതിന് ശേഷമാണ് അറിയുന്നത് ഈ ഷോർട്സിന് കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു, അത് ഒന്നുകൂടെ റീഷൂട്ട് ചെയ്യണമെന്ന് കൽക്കട്ടയിൽ എത്തിയതിന് ശേഷമാണ് അറിയുന്നത്. ക്വസ്റ്റ്യൻ, വൈ വാസ് മിസ്റ്റർ തൊറാട്ട് ആസ്ക്ഡ് ടു ഗീവ് ഇറ്റ് അനദർ ഗോ? എന്തുകൊണ്ടാണ് മിസ്റ്റർ തൊറാട്ട് അതിന് ഒരു അനദർ ഗോ അല്ലെങ്കിൽ അനദർ ചാൻസ് കൊടുക്കാൻ സമ്മതിച്ചത്, ചോദിച്ചത്? മിസ്റ്റർ തൊറാട്ട് വാസ് ആസ്ക്ഡ് ടു ഗീവ് ഇറ്റ് അനദർ ഗോ ബിക്കോസ് ദ ഫസ്റ്റ് ഷോട്ട്സ് വെർ നോട്ട് ക്ലിയർ ആസ് ദേ ഹാഡ് ടു ഷൂട്ട് ദ സീൻസ് അഗെയിൻ. കാരണം മിസ്റ്റർ തൊറാട്ടിൻ്റെ അടുത്ത് അനദർ ചാൻസ് ചോദിച്ചത് കാരണം എന്ന് വെച്ചാൽ ഫസ്റ്റ് ടൈം എടുത്ത ഷോട്ട്സ് ഒന്നും ക്ലിയർ അല്ലായിരുന്നു, അതുകൊണ്ടാണ് രണ്ടാമത് എടുക്കേണ്ടി വന്നത്. ക്വസ്റ്റ്യൻ, വാട്ട് വാസ് എ മാജിക് പെർഫോംഡ് ബൈ ദ ടൈഗർ? ടൈഗർ പെർഫോം ചെയ്ത മാജിക് എന്തായിരുന്നു എന്നാണ് ചോദ്യം. There were only 150 villages who had come to see the shooting. There were nearly 150 villages who had come to see the shooting. They were told to keep safe distance because of the tiger, but they ignored instruction and came as close as the camera as they could. When the cage was opened, the tiger jumped down with a roar and charged towards the crowd. They melted away as if by magic. അപ്പോൾ ഈ 150ഓളം സ്പെക്ടേറ്റേഴ്സ് ഉണ്ടാകുന്ന ഈ ഷൂട്ടിംഗ് ആണ്. അവർ ഈ ക്യാമറയുടെ അടുത്തോട്ട് വരികയും ഈ സേഫ്റ്റി പ്രൊസീജിയറൊന്നും പാലിക്കുകയും ചെയ്തില്ല. പക്ഷേ കേജ് തുറന്നപ്പോൾ ടൈഗർ ക്രൗഡിന് നേരെ റൺ ചെയ്തു അല്ലെങ്കിൽ ചാർജ് ചെയ്തു. ഇപ്പോൾ അവർ മെൽറ്റായിപ്പോൾ അല്ലെങ്കിൽ അവർ പേടിച്ച് പിന്മാറുകയാണ് ചെയ്തത്. അതൊരു മാജിക് കണക്ക് മാറ്റി. ഇതാണ് ടൈഗർ പെർഫോം ചെയ്ത മാജിക്. 21st ക്വസ്റ്റ്യൻ, വാട്ട് വാസ് റിയലി റെക്കോർഡ് ഓഫ് ദ ടൈഗർ ഇൻ ദാറ്റ് സീൻ? അപ്പോൾ ടൈഗറിൻ്റെ നിന്നും എന്താണ് റെക്കോർഡ് ആയിരുന്നു ആ സീനിൽ? The tiger was required to pace quietly about without paying any attention to the characters Gopi and Baga who were exiled into the forest by their king. അപ്പോൾ ടൈഗർ ചെയ്യാനായിട്ടിരുന്ന ജസ്റ്റ് ഒന്ന് നടക്കുക, അതായത് ഗോപിയും ബാഗയും മൈൻഡ് ചെയ്യാതെ ജസ്റ്റ് ഒന്ന് നടക്കുക ഫോറസ്റ്റിൽ കൂടെ, ഇത്രയേ ഉള്ളൂ. അതായത് ഈ ഗോപിയും ബാഗ എന്ന് പറയുന്നത് കിങ് അവരുടെ ഫോറസ്റ്റിൽ നിന്നും അവരുടെ കിങ്ഡത്തിൽ നിന്നും എക്സ്പെൽ ചെയ്ത ആൾക്കാരാണ്, അതൊക്കെ പുറത്താക്കിയ ആൾക്കാരാണ്. ക്വസ്റ്റ്യൻ, വാട്ട് ഡിഡ് റായ് ആൻഡ് ഹിസ് ടീം റിയലൈസ് 2 days later? 2 ദിവസം കഴിഞ്ഞ് റായും ടീമും തിരിച്ചറിഞ്ഞ സത്യം എന്താണെന്നാണ് ചോദ്യം. They realized that this time the tiger and the camera behaved well and they got the type of shots they wanted. അതായത് ക്യാമറ ഇപ്രാവശ്യം നല്ല രീതിയിൽ ബിഹേവ് ചെയ്യും, എങ്ങനെയുള്ള ഷോട്ടാണോ വേണ്ടത് അത് കിട്ടുകയും ചെയ്തു എന്നുള്ളതാണ് തിരിച്ചറിഞ്ഞത്. നമ്മൾ ആദ്യത്തെ ആക്ടിവിറ്റിയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നോട്ടൺ ഗ്രാമിൽ നടന്ന ഷൂട്ടിങ്ങിൻ്റെ കാര്യങ്ങളും ബോർഡറിൽ നടന്ന ഷൂട്ടിങ്ങിൻ്റെ കാര്യങ്ങളുമാണ്. അപ്പോൾ ആദ്യം നമുക്ക് നോട്ടൺ ഗ്രാമിൽ നോക്കാം. ഫൗണ്ട് എ സ്യൂട്ടബിൾ ബാംബൂ ഗ്രൂവ് ഇൻ നോട്ടൺ ഗ്രാം. A lorry arrived with 2 well-fed tigers. A tripod was placed facing the bamboo grove to mount the camera. The audience was instructed to get behind the camera. Gopi and Baga were placed close to the bamboo grove so they could be seen along with the tiger. A 5-foot iron rod was fixed to the ground, some 30 feet from the area where the tiger was to walk. A tiger skin collar with a thin wire inside was placed in the neck of the tiger. Then it became calm. Some shots were taken. The shots were dark owing to poor light. ഇനി നമുക്ക് ബോറലിലെ ഷൂട്ടിങ്ങിൻ്റെ കാര്യങ്ങൾ നോക്കാം. Found a bamboo grove near Boral in Calcutta. The lorry arrived with Torat, the tiger, the steel wire, the special collar and the iron rod. The whole village came to watch the shooting.
The villagers were told to keep 70 feet away from the scene of the shot. Thorat opened the cage. With a roar, the tiger changed towards the crowd. The crowd disappeared as if magic. The tiger calmed down while the shots were taken as required. This time, the tiger and the camera behaved well. ഇനി നമുക്ക് ഇത് രണ്ടും ബേസ് ചെയ്ത് റൈറ്റപ്പ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഈവൻസിനെ ഡിസ്ക്രൈബ് ചെയ്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം. We found a suitable bamboo grove in Nottingham as arranged with Mr. Thorat of Farrer Circus. A lorry arrived with 2 well-fed tigers. He bought 2 so that if one did not do things properly, the other could be used. A tripod was placed facing the bamboo grove to mount the camera. The audience was instructed to get behind the camera. Guppy and Baga were placed close to the bamboo grove so that they could be seen along with the tiger. A 5-foot iron rod was fixed to the ground some 30 feet from this area where the tiger was to walk. A tiger skin collar made with a thin wire inside was placed in the neck of the tiger. The door of the cage was opened and the tiger jumped out, but instead of walking calmly, it started running and jumping about. When it became calm, some shots were taken, but the shots were later found to be dark owing to poor light. അടുത്തത്, the scenes had to be shot a second time. A bamboo grove near Calcutta in Boral was found. The lorry arrived with Thorat, the tiger, the steel wire, the special collar and the iron rod. The whole village came to watch the shooting. The villagers were told to keep at least 70 feet away from the scene of the shot. Without listening to the instruction, the entire crowd got as close to the camera as they could. Thorat opened the cage. With a roar, the tiger charged towards the crowd. The crowd disappeared as if by magic. Soon, the tiger calmed down and the shots were taken as required. This time, the tiger and the camera behaved well. ഇനി നമ്മൾ സെക്കൻഡ് ആക്ടിവിറ്റിയിൽ നമ്മൾ സത്യജിത്രയും അതുപോലെ തന്നെ ഫാറർ സർക്കസിലെ മാനേജറും തമ്മിലുള്ള ഒരു ഡിസ്കഷൻ, ഒരു കോൺവെർസേഷൻ, അതാണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം. Roy, good morning manager. I'm Roy, Satyajit Roy, a film director. Manager, good morning Mr. Roy. I have heard a lot about you. What brings you here? Roy, I am shooting a film with a tiger in it. The tiger has only a small role. It has to be seen along with 2 of our actors. Well, our ringmaster is Mr. Thorat, a nice gentleman. I will ask him if it is possible to send our tiger out on such mission. If he agrees, I will have no problem. I will definitely help you. Right? Thank you very much. I should meet Mr. Thorat, or will you speak with him, man? Manager, I will speak with him first, and then you can meet him for making the final agreement arrangement. By the way, for how long do you want the tiger? Right? Actually, the shooting will be just for 2 hours, but then there's the traveling time. We intend to take the shots at Nottingham, which is a bit far from here. Manager, no problem. Thorat will be the one to decide finally, as he handles the animals here, but I am sure he will agree. Right? Thank you very much, manager. It's okay. ഇതാണ് അവർ തമ്മിലുള്ള കോൺവെർസേഷൻ. ഇനി നമ്മൾ ടെക്സ്റ്റിലൊരു കണ്ടന്റ് ആയിട്ടുണ്ടായിരുന്നു, ആൽഫ്രഡ് ഹിച്ച്കോക്ക് ബേർഡ്സ് എന്ന് പറയുന്ന ഫിലിമിന് വേണ്ടി ഇങ്ങനെ റാവൻസിനെ തിരക്കുന്നു എന്നുള്ള കണ്ടന്റ്. അതിനെ ബേസ് ചെയ്ത് ഒരു നോട്ടീസ് ഇറക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നോട്ടീസ്: Alfred Hitchcock Productions, Trinity Street, Hollywood is planning to make a movie titled Birds. In the story, birds from all over the world
are seen attacking humans, we need a variety of trained birds, especially a large number of ravens. If you have trained birds of any kind, especially birds of prey, you have an opportunity here to display them and their skills to the entire world. Handsome payments will be made for chosen bird. The shots may last up to a couple of days, and so the owners or trainees of the birds must ready to come with their birds to Hollywood and stay for the duration of the shooting. For more information, contact manager, Hitchcock Productions, Trinity Street, Hollywood, Los Angeles 90028. ഇമെയിലും ഫോൺ നമ്പറൊക്കെ നമ്മൾ ജസ്റ്റ് ഒരു മോളിന് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത ആക്ടിവിറ്റി 4 ഒരു ലെറ്റർ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് റോയ്, സത്യജിത് റോയ് ആയിട്ടാണ് എഴുതുന്നത്. ചെയർമാൻ ഓഫ് ആനിമൽ വെൽഫെയർ ബോർഡിനാണ് എഴുതുന്നത്. ആ ഷൂട്ടിങ്ങുമായിട്ട് സംബന്ധിച്ച എല്ലാ റൂൾസും റെഗുലേഷനുമായിട്ട് ഉള്ള കാര്യങ്ങളെ സംബന്ധിച്ചാണ് എഴുതുന്നത്. ഫ്രം സത്യജിത് റേ ഫിലിം പ്രൊഡക്ഷൻസ്, കരോൾ ബാഗ്, കൽക്കത്ത. അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ടു ദ ചെയർമാൻ, ആനിമൽ വെൽഫെയർ ബോർഡ് ഓഫ് ഇന്ത്യ, കനോട്ട് പ്ലേക്ക്, ന്യൂഡൽഹി. Dear sir, permission to use a tiger in the film. We are planning to shoot the new film titled Gopika ne Bhaga Baine. In the film, there is a scene where Gopi and Bhaga come across a tiger calmly walking about in the forest. We have discussed with Forest Circus and they have agreed to give us a tiger for the shot. They told us we have to get permissions from the board of using their animals in the film. This is to request you to give us the necessary permission. The actual shoot will be only for 2 hours. The location is Nottingham. The tiger will be transported there in a cage in a lorry. All precautions are taken as suggested by the Animal Welfare Department, and the conditions for the prevention of cruelty to animals are strictly followed. Looking forward to get your permission and thanking you. Yours faithfully, Satyajit Ray, film director. അടുത്ത ആക്ടിവിറ്റി 5 ഈ സത്യജിത് റായുടെ ആർട്ടിക്കിളിൽ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ നോ വൺ ക്യാൻ ബീറ്റ് ഹോളിവുഡ് വെൻ ഇറ്റ് കംസ് ടു മേക്കിംഗ് ഫിലിംസ് വിത്ത് അനിമൽസ് ഇൻ ദം എന്ന് പറയുന്ന ആ ഒരു ആർഗ്യുമെൻറ്റിലാണ് ആർട്ടിക്കിൾ തുടങ്ങുന്നത്. അപ്പോൾ ആ പാസേജിൽ കൊടുത്തിരിക്കുന്ന എവിഡൻസ് അല്ലെങ്കിൽ സപ്പോർട്ടീവ് എവിഡൻസ് വെച്ച് നമ്മൾ സത്യജിത് റായുടെ സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ച് പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. Rai substantiates his arguments by giving the examples of 2 dogs. He talks the films in which there was an Alsatian named Rintintin. It acted even better than humans. Later there were some films with collie named Lassie. It looked as if the director could make Lassie act the way he wanted it to act. These dogs were like stars and they were paid like any other big stars. Their owners could easily get 1 lakh rupees for just one film. Later we also see how stand-ins are provided even for dogs which are as famous as the celebrity actors. ഇനി ആക്ടിവിറ്റി 6 ന്യൂ ജനറേഷൻ ഫിലിംസിനെ ഫിലിം മേക്കേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഫേവർ ചെയ്യുന്ന ഒരു പോയിൻറ്റ്സ്, അതുപോലെ തന്നെ അവരെക്കുള്ള ഡിഫക്ട്സ് അല്ലെങ്കിൽ ആ എഗൈൻസ്റ്റ് ആയിട്ടുള്ള മറ്റൊരു സൈഡിലും എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ആദ്യം ഫേവർ ചെയ്യുന്നത് നോക്കാം. Films are made with less cost. Actors and actresses need not be celebrities. Stories from everyday life. Acting is more natural and non-theatrical. Ordinary costumes. Use of social media for publicity. ഇപ്പുറത്ത് എഗൈൻസ്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ നോ പ്രോപ്പർ പ്ലാനിങ് ആൻഡ് റിസർച്ച്. സ്ക്രിപ്റ്റ്സ് ആർ often written on the locations. Too much of drinking and drug taking are shown. Dialogues often too colloquial. Music is horrible and anything goes in the name of music. Some of the stories are too daring, like students falling in love with the teacher. ഇനി നമ്മൾ മൂവീസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. ഷോട്ട് എന്താണ്, ലോങ് ഷോട്ട് എന്താണ്, മീഡിയം ഷോട്ട് എന്താണ്, ക്ലോസപ്പ് എന്താണ്, എക്സ്ട്രീം ക്ലോസപ്പ് എന്താണ്, ഐ ലെവൽ, ഹൈ ആംഗിൾ, ലോ ആംഗിൾ, ക്യാമറയുടെ ആംഗിൾസ് ആണ് പറയുന്നത്. പിന്നെ ക്യാമറ മൂവ്മെൻറ്റ്സ് അതൊക്കെയാണ് പറയുന്നത്.
ഇത് ബേസ് ചെയ്തിട്ടുള്ള 5 ക്വസ്റ്റ്യൻസ് ഇവിടെ ആസ്ക് ചെയ്തിട്ടുണ്ട്. തന്നെ നമ്മൾ കാണാൻ പോകുന്നത് ആക്ടിവിറ്റി ഫസ്റ്റിൻ്റെ 5 ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ് ആണ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ക്ലോസപ്പ്, സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ഡോളി ഓർ ട്രാക്കിംഗ്, തേർഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ഹൈ ആംഗിൾ, ഫോർത്ത് ക്വസ്റ്റ്യൻ്റെ ആൻസർ ടിൽറ്റ്, ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ്റെ ആൻസർ മീഡിയം ഷോട്ട്. അപ്പോൾ ഇത് 5 അതിൻ്റെ ആൻസേഴ്സ്. നെക്സ്റ്റ് ആക്ടിവിറ്റി സെക്കൻഡ് ആൻസർ നോക്കുകയാണെങ്കിൽ ബേസ് വേർഡ് പോസിബിൾ, അതിൻ്റെ പ്രിഫിക്സേഷനാണ് നടത്തിയിരിക്കുന്നത്. എന്നുള്ള പ്രിഫിക്സാണ് ആഡ് ചെയ്തിരിക്കുന്നത്. സെക്കൻഡ് മേക്കിങ്ങിൽ മേക്കാണ് ബേസ് വേർഡ്, സഫിക്സാണ് ആഡ് ചെയ്തിരിക്കുന്നത് ING. തേർഡ് ഫിലിംസിൽ ഫിലിമാണ് ബേസ് വേർഡ്, സഫിക്സാണ് ചേർത്തിരിക്കുന്നത് S. ഇൻവിസിബിളിൽ പ്രിഫിക്സായിട്ടും വിസിബിളാണ് ബേസ് വേർഡ്. ചൈൽഡ്ഹുഡിൽ ചൈൽഡാണ് ബേസ് വേർഡ്, സഫിക്സായിട്ട് ഹുഡ് ആഡ് ചെയ്തിട്ടുണ്ട്. അൺഫാസ്റ്റൻഡിൽ പ്രിഫിക്സ്, ഫാസ്റ്റ് ആൻഡ് ബേസ് വേർഡ് ED അതാണ് സഫിക്സ്. കസ്റ്റം ബേസ് വേർഡ് ARY സഫിക്സ്. ഫിലിം മേക്കറിൽ ഫിലിം എന്ന് പറയുന്ന ഒരു ബേസ് വേർഡും മേക്കർ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ടിങ് വേർഡുമാണ് ചേർത്തിരിക്കുന്നത്. ഇനി ആക്ടിവിറ്റി 3ൽ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എൻ്റെ ആൻസർ ഫെറോഷ്യസ്, സെക്കൻഡ് ക്വസ്റ്റ്യൻ കസ്റ്റമറി, തേർഡ് പെട്രിഫൈഡ്, ഫോർത്ത് റോബസ്റ്റ്, ഫിഫ്ത്ത് റെവറൻ്റ്ലി.